ലക്ഷദ്വീപിലെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വന്നിട്ടുള്ളത് വെസ്റ്റേൺ ജെട്ടിയിലേക്കാണ്. ഇവിടെ നിന്നാണ് നമുക്കിന്ന് പോകാനുള്ള ബോട്ട്. ഞങ്ങൾക്കിന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. ബംഗാരം, തിന്നക്കര ഐലൻഡ്, സ്നോക്കലിംഗ്, സാൻഡ് ബാങ്ക്, അങ്ങനെ ദേ ആ കാണുന്ന ബോട്ടിൽ ഈ ചേട്ടനാണ് നമ്മളെ സ്നോക്കലിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ബംഗാരം ഐലൻഡിലേക്കാണ്. ദേ ആ കാണുന്നതാണ് ബംഗാരം ഐലൻഡ്. അതിൻ്റെ അടുത്തായിട്ടൊരു സ്പോട്ടിലാണ് നമ്മളെ സ്നോക്കലിംഗ് ചെയ്യിപ്പിക്കുന്നത്. ഐലൻഡിന്റെ അടുത്തെത്താറാകുമ്പോഴത്തേക്കും ചെറുതും വലുതായിട്ട് ഒരുപാട് ആമകളെ നമുക്ക് കാണാം. ഞാൻ അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആമയാണ് ദേ ഈ വരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്നോക്കലിംഗ് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തി. ഇനി നമ്മുടെ ഗൈഡ് ഓരോരുത്തരെയായിട്ട് സ്നോക്കലിംഗ് ചെയ്യിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ആദ്യം തന്നെ പോയത് സോബിനായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആണ് ഞാൻ പോയത് അത് കൂടിനുള്ളതുകൊണ്ട്. സോബിൻ പോയിട്ട് വന്നിട്ട് അടിപൊളിയാണ്, സൂപ്പർ വ്യൂ ആണെന്നൊക്കെ പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്ന വ്യൂ ആണ് നമ്മൾ സ്നോക്കലിംഗ് ചെയ്യുമ്പോൾ അണ്ടർ വാട്ടറിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നത് അഷ്കറാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സായിട്ട് രണ്ടുപേരെ കിട്ടി, അഷ്കറും നാജിയും. അതിൽ അഷ്കറാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് കേട്ടോ. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. ഡേ 1 വീഡിയോ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ആദ്യക്കുട്ടനെ കുറേ നേരം വെള്ളത്തിലിറക്കി കളിപ്പിച്ചു കേട്ടോ. നമ്മൾ ഒട്ടും പേടിക്കണ്ട കേട്ടോ, ചേട്ടന്മാർ നന്നായിട്ട് നോക്കിക്കോളും. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഞാനും ഇറങ്ങി കേട്ടോ. ഒരു ചെറിയ പേടിയോടുകൂടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ഒട്ടും പേടിക്കണ്ട, നമ്മുടെ ഗൈഡ് ചേട്ടൻ നമ്മൾ അത്രയ്ക്ക് നന്നായിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാനും ഇറങ്ങി. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. കണ്ടില്ലെങ്കിൽ മിസ്സായി പോയേനെ. നമ്മൾ എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ സ്നോക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി ഒരു ഫുഡ് തരും കേട്ടോ. നമ്മുടെ ഫിഷ് ബിരിയാണി ഇല്ലേ, അതുപോലെ ഒരു ഐറ്റം ആണ്. പക്ഷെ അവിടെ വേറെ എന്തോ ആണ് പേര് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഇതേ തിന്നക്കര ഐലൻഡിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അതിമനോഹരമായിട്ടുള്ള തിന്നക്കര ഐലൻഡിലേക്ക് എത്തി. എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടുത്തെ ബീച്ചസ് കാണാനായിട്ട്. നല്ല ബ്ലൂ കളറിലെ ബീച്ചസും നല്ല സാൻഡും നല്ലൊരു ഐലൻഡാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടുത്തെ ഭംഗി. ഇനി നമ്മൾ ഈ ഐലൻഡിൻ്റെ വേറൊരു വശത്തേക്ക് നടന്ന് ചെല്ലാനുണ്ട്. അവിടെയാണ് നമ്മുടെ ബീച്ച് ഏരിയ വരുന്നത്. നടന്ന് പോകുന്ന വഴിക്ക് നിറയെ വള്ളിച്ചെടികളിൽ ഈ സംഭവം പിടിച്ചു കിടക്കുകയാണ് കേട്ടോ. എന്താണെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. ഗൈഡ് ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനൊരു പേരും പറഞ്ഞു കേട്ടോ. ശരിക്കും ഞാനിത് പൊട്ടിച്ച് കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ കുക്കുംബറില്ലേ അതാണ്. സെയിം നമ്മുടെ കുക്കുംബറിൻ്റെ ടേസ്റ്റാണ്. പക്ഷെ നമ്മുടെ ഒരു നാരങ്ങയുടെ അത്ര വലിപ്പമേ ഉള്ളൂ കേട്ടോ. ഈ ഐലൻഡ് ഫുൾ അതുണ്ട്. അങ്ങനത്തെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐലൻഡിൻ്റെ വേറൊരു വശത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് വരുന്നവരൊക്കെ ബീച്ചിൽ ഇറങ്ങുന്നതും കളിക്കുന്നതും ഒക്കെ. ഞാൻ വരുമ്പോഴേക്കും ഓൾറെഡി പപ്പയും മോനും നല്ല കളികളായിരുന്നു കേട്ടോ വെള്ളത്തിൽ കുറേ നേരമായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ആ ബീച്ചിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. നല്ലൊരു ഐലൻഡ്, നല്ല ബീച്ചസും ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ തിന്നകരയിൽ നിന്ന് അവിടെ നിന്ന് വരാനേ തോന്നിയില്ലായിരുന്നു. അങ്ങനത്തെ ഈ ബോട്ടിൽ കയറി ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ചുറ്റോട് ചുറ്റും കടലാണ് കേട്ടോ. കടലിൻ്റെ നടുക്കായിട്ട് ഒരു തിട്ട പോലെ മണ്ണിങ്ങനെ കിടക്കുകയാണ്. നമുക്കതിൽ ഇറങ്ങി നിൽക്കാം. ആ കാണുന്ന വൈറ്റ് പോർഷനിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഡേ 2 വിശേഷങ്ങൾ. ഡേ 3 വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.